ഹായ് കൂട്ടുകാരെ, ചെറിയ ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. സെയിൽ വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ കുറച്ച് ബേബി പ്ലാന്റ് ഉണ്ട് ഓർക്കിഡിൻ്റെ. ഇതേപോലെ കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചതാണ് തൈകൾ. നല്ല ഹെൽത്തി തൈകളാണ്. ഈ ചകിരി നാരിൽ വെച്ച് മുളപ്പിച്ചതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ചകിരി നാരൊക്കെ ഇതിൻ്റെ കൂടെ കാണുന്നത്. അങ്ങനെ ഇത് ഈ കൊട്ടയ്ക്കകത്ത് ആണല്ലേ, ഈ കൊട്ടയ്ക്കകത്ത് ചകിരി നാര് വെച്ചിട്ട് അതിനകത്താണ് ഈ കൊമ്പുകളൊക്കെ വെട്ടി വയ്ക്കുക. അപ്പോൾ മുളച്ച് വരുമ്പോൾ ചകിരി നാരിൽ ഇതിങ്ങനെ വേരുകൾ പിടിച്ച് പെട്ടെന്ന് വളരും. അതിന് വേണ്ടി ചെയ്യുന്നതാട്ടോ അത്. അപ്പോൾ ഞാൻ കൊട്ടയ്ക്കകത്ത് എടുത്തപ്പോൾ ചകിരി നാരോടുകൂടി വന്നു. ചകിരി നാര് ഇപ്പോൾ ഇതിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ വേർപെടുത്താതെ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അതാ കണ്ടോ, ഇങ്ങനത്തെ തൈകൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ കുറേ ആയി ഓർക്കിഡ്. അപ്പോൾ വയ്ക്കാനും സ്ഥലമില്ല, ഇത് നോക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന തൈകളുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ കാണിച്ച തൈകളൊക്കെ 40 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന്. 40 രൂപ. പിന്നെ ഇതുപോലത്തെ തൈകളുണ്ട്. ഈ കൊട്ടയിലിരിക്കുന്ന പോലത്തെ ചെറിയ കൊട്ടയിൽ വരുന്ന ഇങ്ങനത്തെ ചെറിയ തൈകളുണ്ട്. ഇതൊക്കെ 2 കൊമ്പ് മുളച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ കൊമ്പ് വെട്ടി വെച്ച് തന്നെയാണ്, അത് 2 കൊമ്പൊക്കെ ആയിട്ട് വന്നതാണ്. ഇങ്ങനത്തെ തൈകളുണ്ട്. ഇതാണെങ്കിൽ 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില ഒരെണ്ണത്തിന്. കണ്ടോ, നല്ല ഹെൽത്തിയാണ്. നല്ല വേരൊക്കെ കണ്ടോ, നിറയെ വേരുകളൊക്കെ വന്നിട്ട് ഉള്ളതാണ് ഇങ്ങനത്തെ തൈകളൊക്കെ. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയക്കുന്നത് ഈ ഫോട്ടോയോടുകൂടി തന്നെ ആയിരിക്കും കേട്ടോ. ഫോട്ടോ റിമൂവ് ചെയ്തിട്ടല്ല അയക്കാൻ, ഫോട്ടോയോടുകൂടി തന്നെ ആയിരിക്കും അയക്കാൻ. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഫോട്ടോ ഇല്ലാതെ ആയിരിക്കും അയക്കാം. ഇതിങ്ങനെ തന്നെ എടുത്ത് വെച്ച് പാക്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ തൈകളുണ്ട്, ഇതേപോലത്തെ വലിയ തൈകൾ അല്ലേ, നല്ല ഹെൽത്തി തൈകളാണൊക്കെ. ഈ തൈ ഒരെണ്ണത്തിന് വില 150 രൂപയാണ് കേട്ടോ. ഇതും ഫോട്ടോയോടുകൂടി തന്നെ അയക്കുക. ഇതേപോലെ തന്നെ അവിടെ പാക്ക് ചെയ്താണ് അയക്കുന്നത്. 150 രൂപ. ഇതൊക്കെ ഇപ്പോൾ അടുത്ത ഈ മഴയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പൂവിടാനുള്ള തയ്യാറെടുപ്പിന് നിൽക്കുന്ന തൈകളാണ്. കണ്ടില്ലേ. പിന്നെ എൻ്റെ കയ്യിൽ ഓർക്കിഡിൻ്റെ വലിയ ഓർക്കിഡുകളിൽ നിന്നൊക്കെ കിക്കീസ് മുളച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ല ഹെൽത്തി തൈകൾ വേരൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇത് ഇങ്ങനത്തെ കുറേ കമ്പുകളുണ്ട് ചെടിയുമേൽ. അത് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അതും തരും. ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് പൂവ് ഏതാണെന്ന് പറഞ്ഞ് തരാൻ പറ്റും ചെടിയുമെന്ന് എടുത്തിട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇതാകുമ്പോൾ ഇത് മുളയ്ക്കുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് വരുന്ന അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഭാഗത്തുനിന്ന് പൊട്ടി മുളച്ച് വരുന്നത് ഇതേപോലെ തന്നെയുള്ളൊരു വലിയ പ്ലാന്റായിട്ട് തന്നെ വരുള്ളൂ. ഇതാകുമ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകൾ പെട്ടെന്ന് നമുക്ക് വലിയൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഈ ബേബി പ്ലാന്റുകളുണ്ടല്ലോ, ഇതിൽ മൊട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാനത് അടത്തിയെടുത്തിട്ടില്ല. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം അടത്തിയെടുത്തതാണ്. ഇതേപോലത്തെ പ്ലാന്റുകൾ ഇതിനേക്കാൾ വലുത് മൊട്ട് ഒക്കെ വന്ന് നിൽക്കുന്നതുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെയാണ് ഉള്ളത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാം, നമ്പറിൽ ബന്ധപ്പെടാം, മെസ്സേജ് അയക്കുക. വിളിക്കുന്നത് കൊണ്ടും എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വിഷമം വിചാരിക്കേണ്ട, ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും നമ്പർ കണ്ടാൽ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ പേര് മെസ്സേജ് ചെയ്തിട്ട് ഓരോരോ ചോദ്യങ്ങളായിരുന്നു. ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാനിരുന്ന സമയം പോകും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുക. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ആരും മെസ്സേജ് ചെയ്യണ്ട. പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് പ്ലാന്റ് എന്തായാലും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടിട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. അല്ലാത്തവർ വിളിക്കാനിരിക്കരുത്. വെറുതെ എൻ്റെയും നിങ്ങളുടെ ഈ സമയം പാഴാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക, മെസ്സേജ് ഇടുക. ഓക്കെ.
ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.